അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, നമുക്ക് സോഷ്യലിലെ 11ാമത്തെ ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി അതാണ് ഇനി പഠിക്കാനുള്ളത്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ബയോ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് രണ്ട് വാക്കുകളാണ്. ബയോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജീവികളുമായി ബന്ധപ്പെട്ട ബയോളജി, ജീവികളുമായി ബന്ധപ്പെട്ട പഠനം. അപ്പോൾ ബയോ എന്ന് പറഞ്ഞാൽ ജീവികളുമായി ബന്ധപ്പെട്ട. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ഡൈവേഴ്സിറ്റി. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏകത്വം, അപ്പോൾ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നാനാത്വം അല്ലെങ്കിൽ പലത്, വൈവിധ്യം. അപ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതിനെ ജൈവ വൈവിധ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ ഈ ഒരു പാഠത്തിൽ ജീവികൾ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ മാത്രമല്ല, ജന്തുജാലങ്ങൾ, സസ്യജാലങ്ങൾ, മറ്റു ചെറിയ കീടാണുക്കൾ വരെ, ഓരോ ജീവികളുടെയും ഉള്ളിലുള്ള ജീനുകൾ വരെ നമ്മൾ ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് കിടക്കാം. ബയോഡൈവേഴ്സിറ്റി ആദ്യം അതിൻ്റെ ഡെഫിനിഷനാണ് കൊടുക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് എ ടേം വി യൂസ് ടു ഡിസ്ക്രൈബ് ദ വെറൈറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലുള്ള വ്യത്യസ്ത ഇനം ജീവനുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അല്ലേ, മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഉൾക്കൊള്ളുക ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതിൽ? ഈ അടിയിൽ കൊടുത്തൊരു ശൃംഖല കണ്ടോ? അതിൽ മരങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്, പറവകളുണ്ട്, പ്രാണികളുണ്ട്, കീടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയും ഉൾക്കൊള്ളും. ദിസ് ഇൻക്ലൂഡ്സ് ലിവിങ് ഫോംസ് ദാറ്റ് വാരി ഫ്രം പ്ലാന്റ്സ്, ആനിമൽ ലൈഫ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. പ്ലാന്റുകൾ മാത്രമല്ല, അനിമലുകൾ മാത്രമല്ല. അനിമൽസ് പറയുമ്പോൾ മനുഷ്യന്മാർ, മൃഗങ്ങളൊക്കെ പെട്ടു, ബേർഡുകളെല്ലാം പെട്ടു. പിന്നെ മൈക്രോ ഓർഗാനിസം വരെ, ഓരോ ജീവികൾക്കുള്ളിലുമുള്ള ജീനുകൾ, മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മാണുക്കൾ വരെ ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ്, സ്പെഷീസ്, എക്കോസിസ്റ്റം ഓഫ് എ റീജിയൻ. ഒരു സ്ഥലത്തുള്ള എക്കോസിസ്റ്റം, സ്പെഷീസ്, ജീനുകൾ, ഇത് മൂന്നും ഈ ബയോഡൈവേഴ്സിറ്റി ഉൾക്കൊള്ളുന്നുണ്ട്. ഏറ്റവും അടിയിൽ കൊടുത്തോ. അപ്പം ഇനി എന്താണ് ഈ ജീനുകളും സ്പെഷീസും എക്കോസിസ്റ്റം? ഇൻഷാ അല്ലാഹ് ശേഷം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ജീവികളുടെ എല്ലാവിധ ഇനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളത്. വാക്ക് ചെറുതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം അതിവിപുലമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിൽ എക്കോസിസ്റ്റം ഉണ്ട്, സ്പെഷീസ് ഉണ്ട്, ജീൻസ് ഉണ്ട്. ഇനി എന്താണിത് എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു ത്രികോണത്തിൽ മേലെ എക്കോസിസ്റ്റം കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് സ്പെഷീസ് കൊടുത്തിട്ടുണ്ട്, മൂന്നാമത് ജീൻസ് കൊടുത്തിട്ടുണ്ട്. എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം, ആ സ്ഥലത്ത് ജീവികളുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്, എല്ലാം അടങ്ങിയ ഒരു സ്ഥലത്തിനാണ് എക്കോസിസ്റ്റം എന്ന് പറയുക. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ, ആ ഒരു സ്ഥലത്തിനാണ് പറയുന്നത്. പിന്നെ സ്പെഷീസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ. ഒരു എക്കോസിസ്റ്റത്തിൽ തന്നെ ഒരുപാട് സ്പെഷീസ് ഉണ്ടാവും. ഒരൊറ്റ ജീവികൾ മാത്രമാണോ, അല്ലെങ്കിൽ ഒരൊറ്റ ഇനം സസ്യം മാത്രമാണോ ഉണ്ടാവുക? അല്ല, പലതരം ജീവികൾ, പലതരം ജന്തുക്കൾ, പലതരം സസ്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിനാണ് ഓരോ ഇനങ്ങൾക്കാണ് സ്പെഷീസ് എന്ന് പറയുക. ഓരോ ഇനങ്ങൾക്കാണ് സ്പെഷീസ് എന്ന് പറയുക. മൂന്നാമത് ജീൻസ്. ജീൻസ് എന്ന് പറയുമ്പോൾ ഓരോ ജീവികളിലും ഓരോ ഇനം ജീവികളും അതിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള രൂപവിശേഷങ്ങളുണ്ട്. അതെല്ലാം ഒരുപോലെയായിരിക്കും. എന്താ അതിനുള്ള കാരണം? ഒരേ ഇനം ജീനുകളാണ് എന്നുള്ളത് കൊണ്ടാണ്. ആടിൻ്റെ കുട്ടി ആടിൻ്റെ അതുപോലെ തന്നെയാണ് വരുന്നത്, അല്ലാതെ പൂച്ചയുടെ രൂപത്തിൽ വരുന്നില്ല. എന്താ കാരണം? ഒരേ ജീനാണ്. ആനയുടെ കുട്ടി ആനക്കുട്ടിയായിട്ടാണ് വരുന്നത്, പോത്തിൻ്റെ കുട്ടിയായിട്ട് വരുന്നില്ല. അപ്പോൾ എന്താണ് അതിനുള്ള കാരണം? ജീനുകളാണ്. അപ്പോൾ ഇതെല്ലാം ഈ പാഠത്തിൻ്റെ 3 ഭാഗങ്ങളാണ്. ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതിനെ നമ്മൾ 3 ഭാഗമായിട്ട് ക്ലാസിഫൈ ചെയ്താൽ, ഒന്നാമത് എക്കോസിസ്റ്റം, 2 സ്പെഷീസ്, 3 ജീൻസ്, ഇങ്ങനെ 3 ഇനമാക്കാൻ പറ്റും. ഇനി അതിൻ്റെ ഓരോ ചെറിയ വിശദീകരണങ്ങൾ സൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്. എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റിയാണ് ആദ്യം പറയാനുള്ളത്, രണ്ടാമത് സ്പെഷീസ് ബയോഡൈവേഴ്സിറ്റി, മൂന്നാമത് ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. Any part of a landscape that includes biotic living and abiotic non-living components is known as ecosystem. അപ്പോൾ ഒരു സ്ഥലം, അവിടെ ബയോട്ടിക് ആയിട്ടുള്ള, അബയോട്ടിക് ആയിട്ടുള്ള, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ള, അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും, എല്ലാ പദാർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് എക്കോസിസ്റ്റം.
ഇനി അടുത്തത് സ്പെഷീസ് എന്ന് പറഞ്ഞാലോ എ ഗ്രൂപ്പ് ഓഫ് ക്ലാസ് ഓഫ് അനിമൽസ്, ഏതെങ്കിലും ജീവികളുടെ പ്രത്യേക വിഭാഗം, ഇനം. കുരങ്ങുകൾ അതൊരു സ്പെഷീസാണ്. പൂച്ച മറ്റൊരു സ്പെഷീസാണ്. മനുഷ്യൻ ഒരു സ്പെഷീസാണ്. അതേപോലെ തേക്ക് അതൊരു സ്പെഷീസാണ്. അപ്പോൾ ഓരോന്നും, ഉറുമ്പ് എല്ലാം ഓരോ ഇനങ്ങൾക്കാണ് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് അനിമൽ അല്ലെങ്കിൽ പ്ലാന്റ്സ്, അതിനാണ് സ്പെഷീസ് എന്ന് പറയാം. അപ്പോൾ സ്പെഷീസ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ഇനങ്ങൾ ഉണ്ടാവും, അതാണ് സ്പെഷീസ് ബയോഡൈവേഴ്സിറ്റി. ഇനി ജെനറ്റിക് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാലോ എന്താ ജീൻ എന്ന് പറയാം? ബേസിക് ബയോളജിക്കൽ യൂണിറ്റ് ഓഫ് എ ഹെറിഡിറ്ററി. ഒരു സാധനം അത് പരമ്പരാഗതമായിട്ട് വരുന്ന അതിൻ്റെ അടിസ്ഥാന ജീൻ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള പദാർത്ഥമാണ് ജീൻ എന്ന് പറയുന്നത്. മനുഷ്യൻ അതിങ്ങനെ മനുഷ്യനായിട്ടാണ് പരമ്പരാഗതമായിട്ട് വരുന്നത്. അതിനുള്ള കാരണം ഒരേ ജീനുകളാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ജെനറ്റിക് ബയോഡൈവേഴ്സിറ്റിയാണ് മൂന്നാമത് വരുന്നത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയെ നമുക്ക് 3 ഇനമാക്കാം. 1 എക്കോസിസ്റ്റം, 2 സ്പെഷീസ്, 3 ജീൻസ്. ഇനി അടുത്തത് ഒരു ഉദാഹരണമാണ് ഇതിൽ പറയുന്നത്, ബയോഡൈവേഴ്സിറ്റിക്കുള്ളൊരു ഉദാഹരണം. മറൈൻ ബയോഡൈവേഴ്സിറ്റി, കടലിനടിയിലുള്ള ഒരു ബയോഡൈവേഴ്സിറ്റിയാണ് ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ചിത്രത്തിലുള്ളത് രണ്ടും പവിഴപ്പുറ്റ് എന്ന് പറയാം അല്ലേ? പവിഴപ്പുറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കടലിലുള്ള സസ്യങ്ങൾ, കടൽ സസ്യങ്ങൾ, അതേപോലെ കടൽ ജീവികൾ ഇതെല്ലാം ഉൾക്കൊള്ളുക മാത്രമല്ല തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് കോറൽ റീഫ്, പവിഴപ്പുറ്റുകൾ. കോറൽ റീഫ്സ് ആർ കോളനീസ് ഓഫ് ടൈനി അനിമൽസ് ഫൗണ്ട് ഇൻ മറൈൻ വാട്ടേഴ്സ്. ഒരുപാട് ജീവികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് കോറൽ റീഫ് എന്ന് പറയുന്നത്. എത്രത്തോളം? ദേ പ്രൊവൈഡ് എ ഹോം ഫോർ 25% ഓഫ് ഓൾ മറൈൻ സ്പെഷീസ്. കടലിലുള്ള 25% ജീവികൾക്കും ഇനങ്ങൾക്കും ഒരു ഗൃഹം, ഒരു വീട് എന്നുള്ള നിലക്കാണ് കോറൽ റീഫ് അറിയപ്പെടുന്നത്. അപ്പോൾ അത്രത്തോളം ജീവികൾ, അത്രത്തോളം വസ്തുക്കൾ അവിടെ ഉണ്ട്. അപ്പോൾ മറൈൻ ബയോഡൈവേഴ്സിറ്റി ആ ഒരു ഉദാഹരണത്തിൽ നമ്മൾ അതിൻ്റെ ജീനുകൾ, അതിൻ്റെ സ്പെഷീസ്, അതിൻ്റെ എക്കോസിസ്റ്റം, ഈ 3 ബയോഡൈവേഴ്സിറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഏറ്റവും അടിയിൽ ഇതിൻ്റെ എക്കോസിസ്റ്റം. ഈ മറൈൻ ബയോഡൈവേഴ്സിറ്റി നമ്മൾ പവിഴപ്പുറ്റ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്കോസിസ്റ്റം ഏതാ? മറൈൻ എക്കോസിസ്റ്റം, കടലിലുള്ള എക്കോസിസ്റ്റമാണ്. അതിൻ്റെ സ്പെഷീസ് ഏതാ? ഒരുപാട് സ്പെഷീസുകളുണ്ട്. ഫിഷുകളുണ്ട്, പ്ലാന്റുകളുണ്ട്, എണ്ണമറ്റ നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങളും ഒരുപാട് ജന്തുക്കളും അവിടെ ഉണ്ട്. അതാണ് ഇത്തെ സ്പെഷീസ് ബയോഡൈവേഴ്സിറ്റി. പിന്നെ ഏറ്റവും മേലെ ജീൻസ് ബയോഡൈവേഴ്സിറ്റി. അതിൽ ഇപ്പോൾ ഒരു ഫിഷ്, ഒരു സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യം, ആ നക്ഷത്ര മത്സ്യങ്ങൾക്കൊക്കെ വരുന്നത് ഒരേ ഇനം ജീനുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരേ സ്വഭാവങ്ങൾ, ഒരേ ഇനം രൂപം, ഒരേ ശൈലി, ഒരേ ടൈപ്പ്, അതിൻ്റെ രൂപം എല്ലാം ഒരുപോലെയാണ് വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ജീനുകളെല്ലാം ബയോഡൈവേഴ്സിറ്റി. ഇനി അടുത്തത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഈസ് എ റീജൻ വിത്ത് ഹൈ ലെവൽ ഓഫ് എൻഡമിക് സ്പെഷീസ്. ഒരേ ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ജീവിക്കുന്ന ഒരുപാട് ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക തിങ്ങി കൂടുന്ന ഒരു ഏരിയ, അതിനാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ വസ്തുക്കളും ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്നൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ ആ ഒരു എല്ലാ സ്പെഷീസുകളും തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും. ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഏരിയക്കാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുക. ജൈവ വൈവിധ്യങ്ങളുടെ ഹോട്ട്സ്പോട്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഈസ് എ റീജൻ വിത്ത് എ ഹൈ ലെവൽ, അതാണ് അവിടുത്തെ ഏറ്റവും ഫോക്കസ്. ഒരുപാട് ഏതിനാണെന്നുണ്ടെങ്കിലും അവിടെ ഒരുപാടുണ്ടാവും. ഇപ്പോൾ മരങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടിയ മരങ്ങളുണ്ടാവും, അതേപോലെ ഒരുപാട് ഇനം ജീവികളുണ്ടാകും. ഹൈ ലെവൽ ഓഫ് എൻഡമിക് സ്പെഷീസ്. ഈ എൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്പെഷീസ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ എ സർട്ടൻ ലിമിറ്റഡ് ഏരിയ, ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് മാത്രം കാണപ്പെടുന്ന, അതിനാണ് എൻഡമിക് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ എൻഡമിക് സ്പെഷീസിൻ്റെ, അങ്ങനത്തെ ജീവികളുടെ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷീസുകളുടെ ഒരുപാടുള്ള ഏരിയക്കാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയാം. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട 2 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഒന്ന് വെസ്റ്റേൺ ഗാട്സ്, മറ്റൊന്ന് ഈസ്റ്റേൺ ഗാട്സ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. വെസ്റ്റേൺ ഗാട്സ്, ഈസ്റ്റേൺ ഗാട്സ്. വെസ്റ്റേൺ ഗാട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ തമിഴ്നാട്, അതേപോലെ കർണാടക, അതിൻ്റെയൊക്കെ ഏരിയകളിലായിട്ട് ഉൾക്കൊള്ളുന്ന സ്ഥലം. നമ്മുടെ മൂന്നാർ, ഇടുക്കി, അതേപോലെ വയനാട്, ഈ ഏരിയകളൊക്കെ ഉൾക്കൊള്ളുന്ന, കവർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് പശ്ചിമഘട്ടം. അതേപോലെ ഈസ്റ്റേൺ ഗാട്സ്, ആസാം ഭാഗങ്ങളിലൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു
ഇടയിൽ വ്യാപിച്ച് കിടക്കുന്ന. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഫുള്ള് പച്ചപ്പ്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് ടൂറൊക്കെ പോകുന്നത് അല്ലേ. ഫുൾ പച്ചപ്പായിരിക്കും, നല്ല തണുപ്പായിരിക്കും, നല്ല മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളായിരിക്കും, നല്ല മഴ കിട്ടുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ ഭയങ്കര കോൾഡായിട്ടുള്ള പ്ലേസസ് ആണ് ഈ 2 സ്ഥലങ്ങളും. അതേപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് ആസാമിലുള്ള ചിറാപൂഞ്ചി. അപ്പോൾ ആ ഒരു ഈസ്റ്റേൺ ഗാർഡ്സ്, അതേപോലെ കേരളത്തിൻ്റെ ആ ഭാഗത്തുള്ള വെസ്റ്റേൺ ഗാർഡ്സ്, ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹോട്ട്സ്പോട്ടുകൾ. ഇനി അടുത്തത് മെഗാ ബയോഡൈവേഴ്സിറ്റി. മെഗാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എ യുണീക്ക് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പെഷീസ് വിച്ച് ഇസ് നോട്ട് അവൈലബിൾ എനിവെയർ എൽസ് ഈസ് കോൾഡ് മെഗാ ബയോഡൈവേഴ്സിറ്റി. വേറെ എവിടെയും കാണപ്പെടാത്ത പ്രത്യേക ഇനം സസ്യങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങൾക്കാണ്, അല്ലെങ്കിൽ അത്ര മാത്രം ജീവികളുള്ള സ്ഥലങ്ങൾക്കാണ് മെഗാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുക. ഇതിൽ ഉദാഹരണമൊന്നും കൊടുത്തിട്ടില്ല, നമുക്ക് വിശദവിവരങ്ങൾക്ക് കടക്കാം. ഇനി ബയോഡൈവേഴ്സിറ്റിയിൽ ഉൾക്കൊള്ളുന്ന ഒരുപാട് ജീവികളാണ്. ഒന്ന് സസ്യങ്ങൾ, ജന്തുക്കൾ, മൈക്രോ ഓർഗാനിസംസ്. ഈ 3 വസ്തുക്കളും, സൂക്ഷ്മജീവികൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, ഇവ 3ഉം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ബയോഡൈവേഴ്സിറ്റിയിലെ വ്യത്യസ്ത കോമ്പണൻറ്റുകളാണ്. സസ്യങ്ങളില്ലാതെ മൃഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, മൃഗങ്ങളില്ലാതെ സസ്യങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല. മൃഗങ്ങൾ എന്ന് പറയുന്നത് ചെറിയ പ്രാണികളെല്ലാം ഉൾക്കൊള്ളും. അപ്പോൾ അതില്ലാതെ സസ്യങ്ങൾക്കും വളരാനും അതിന് പ്രത്യുൽപാദനം നടത്താനൊന്നും കഴിയൂല. പിന്നെ അതേപോലെ മൈക്രോ ഓർഗാനിസംസ് എല്ലാം പരസ്പര ബന്ധിതമാണ്, പരസ്പരം ആശ്രിതവുമാണ്. അപ്പോൾ ഇവ 3ഉം തമ്മിലുള്ള ബന്ധത്തെ ഒരു 7-8 പോയിന്റുകളിലായിട്ട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന്, ബയോഡൈവേഴ്സിറ്റി ഈസ് ഫണ്ടമെൻ്റൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ തന്നെ ബയോഡൈവേഴ്സിറ്റി, ഈ ഒരു വൈവിധ്യം, സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും, ഈ ഒരു വൈവിധ്യം ഈ ഭൂമിയിൽ അനിവാര്യമാണ്. എന്നാലേ എല്ലാ ജീവനുകളും നിലനിന്നു പോകുള്ളൂ. മനസ്സിലായല്ലോ. ജീവികൾ മാത്രമാണ്, ജന്തുക്കൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരൊറ്റ ജീവനുണ്ടാവില്ല. സസ്യങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ആ സസ്യങ്ങൾക്കും നിലനിൽപ്പുണ്ടാവില്ല. കാരണം അവർക്ക് സ്വന്തമായി പരാഗണം നടത്താനൊന്നിനും ചിലപ്പോൾ കഴിയണമെന്നില്ല. രണ്ടാമത്തൊരു പോയിൻ്റാണ്. അപ്പോൾ ഒന്നാമത്തത് വളരെ അനിവാര്യമാണ്, ജീവൻ നിലനിൽക്കാൻ ഈ ബയോഡൈവേഴ്സിറ്റി അനിവാര്യമാണ്. രണ്ടാമത്തേത്, ദർ ആർ എ വെറൈറ്റി ഓഫ് ലിവിങ് തിങ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ ഗിവൺ ഫിസിക്കൽ എൻവിറോൺമെൻറ്റ്. ഏതെങ്കിലും പ്രത്യേക അവസ്ഥയിൽ, പ്രത്യേക സ്ഥലത്ത് മാത്രം ജീവിക്കുന്ന പല ജീവികളുണ്ട്. അപ്പോൾ ആ ജീവികൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തെ അതിലെ മരങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള പ്രകൃതി വസ്തുക്കളെ ആശ്രയിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ബയോഡൈവേഴ്സിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ ആ ജീവികൾക്ക് അല്ലെങ്കിൽ ആ സസ്യങ്ങൾക്കൊന്നും നിലനിൽപ്പുണ്ടാവില്ല. മൂന്നാമത്തേത്, ദീസ് ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻ്റർ റിലേറ്റഡ്. പരസ്പരം ആശ്രിതമാണ്, പരസ്പരം ബന്ധിതമാണ്. എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ജീവിക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല, നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ പറയുന്നത് പോലെ. നാലാമത്, when the vegetation is altered, animal life also changes and this in turn affects mankind. ഈ കാടുകളിലും അതേപോലെ ഈ ഭൂമുഖത്തുള്ള പച്ചപ്പ് അല്ലെങ്കിൽ ഈ കാടുകൾ, ഇതിൽ വരുന്ന മാറ്റങ്ങൾ അനിമൽസ്, മൃഗങ്ങളിലും മാറ്റം വരുന്നു. ആ ഒരു മാറ്റം മനുഷ്യനെയും പലപ്പോഴും ബാധിക്കാറുമുണ്ട്. കാരണം കാട്, മൃഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ കാട്ടിൽ മൃഗങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. മൃഗങ്ങളെ ആശ്രയിച്ചും സസ്യങ്ങളെ ആശ്രയിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ മനുഷ്യനുണ്ടാവില്ല. പിന്നെ അഞ്ചാമത്തെ ഒരു വ്യത്യാസമാണ്, ലോസ് ഓഫ് any component in the system affects the other components too. ഒരു വസ്തുവിലുള്ള വ്യത്യാസം മറ്റൊരു വസ്തുവിനെയും ബാധിക്കുന്നു. ഒരു വസ്തുവിലുള്ള കുറവ് മറ്റൊരു വസ്തുവിനെയും ബാധിക്കുന്നു. സസ്യ ബുക്കുകളില്ലെങ്കിൽ മാംസബുക്കുകൾക്ക് ജീവൻ ഉണ്ടാവില്ല, അല്ലേ? പുലി വിശന്നാൽ പുല്ലും തിന്നുന്നുള്ളത് പഴഞ്ചൊല്ല് മാത്രമാണ്. പുല്ല് തിന്നോ? പുലിക്ക് ജീവിക്കാൻ കഴിയുമോ? കഴിയണമെന്നില്ല. അപ്പോൾ ഒരു ജീവിയിൽ, മാനികൾ അല്ലെങ്കിൽ സസ്യബുക്കുകളില്ലെങ്കിൽ ഇര തേടി ജീവിക്കുന്ന ജീവികൾക്കും ജീവൻ ഉണ്ടാവില്ല. ആറാമത്തെ ഒരു ബന്ധം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ട ഫുഡ്, വാട്ടർ, ഫൈബർ, ഫ്യൂവൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് കാടുകളാണ് അല്ലെങ്കിൽ സസ്യങ്ങളാണ്, മൃഗങ്ങളാണ്. അപ്പോൾ അവയിൽ വരുന്ന കുറവുകൾ നമ്മുടെ എല്ലാ വിഷയത്തെയും ബാധിക്കും. സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മേഖലകളെയും ബാധിക്കും. ഏഴാമത്തത്, വി ആർ പാർട്ട് ഓഫ് ആൻ എക്കോസിസ്റ്റം. നമ്മളും എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് കട്ടിങ് ട്രീസ് ആൻഡ് കില്ലിങ് അനിമൽസ്, മരങ്ങൾ മുറിക്കുകയും മൃഗങ്ങളെ കൊല്ലുകയും ചെയ്യുമ്പോൾ
അത് എക്കോളജിക്കൽ ബാലൻസിനെ ഇല്ലാതാക്കുന്നു. ഈ ഒരു ജൈവപരമായിട്ടുള്ള ഒരു അന്തരീക്ഷപരമായിട്ടുള്ള ആ ഒരു ബാലൻസ് ഇല്ലാതാക്കുന്നു. മാനുകൾ കൂടിയാൽ അല്ലെങ്കിൽ സസ്യബുക്കുകൾ കൂടിയാൽ കാട്ടിൽ പിന്നെ സസ്യങ്ങൾ കിട്ടാതാവും. എന്നാൽ ഇര പിടിക്കുന്ന ജീവികൾ കൂടിയാലോ കാട്ടിൽ മാനുകൾ ഇല്ലാതാവും. അപ്പോൾ കാടിങ്ങനെ കുറേ വളരും ചെയ്യും. കാട് ആവശ്യമില്ലാത്ത സിംഹങ്ങൾ പുലികളൊന്നായിട്ടുണ്ടാവും ചെയ്യും. അപ്പോൾ ഓരോ എക്കോളജിക്കൽ ബാലൻസ് എന്നത് വളരെ അനിവാര്യമാണ്. ആ ഒരു സംവിധാനത്തിൽ പ്രശ്നം വരാൻ പാടുള്ളതല്ല. പിന്നെ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും, അന്താരാഷ്ട്ര ബയോഡൈവേഴ്സിറ്റി വർഷമായിട്ട് യുണൈറ്റഡ് നാഷൻസ് ആചരിക്കുന്ന 2010 ആഘോഷിച്ചിരുന്നു. ഓക്കെ, അതിലത്രേ ഉള്ളൂ. ദ കോസ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി വളരെ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ഇനി അതിൽ നഷ്ടം വരാനുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ജനസംഖ്യ വർധനവ്, ഇൻക്രീസിങ് പോപ്പുലേഷൻ, പിന്നെ അതുപോലെ നമ്മുടെ ജീവിത ശൈലിയുള്ള വ്യത്യാസങ്ങൾ, കൂടുതൽ പുരോഗമനങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാടിനെയും ഇതിനൊക്കെ സസ്യങ്ങളെയും ജീവങ്ങളെയൊക്കെ ചൂഷണം ചെയ്യേണ്ടി വരും. പിന്നെ പബ്ലിക് പോളിസീസ്, ഗവൺമെൻറ് നടത്തുന്ന ഓരോ നയങ്ങൾ, അതൊക്കെ ചിലപ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമാവാറുണ്ട്. പിന്നെ കൊമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, നമ്മൾ വാണിജ്യപരമായിട്ടുള്ള ചൂഷണങ്ങൾ. കാട് നന്നാക്കാനല്ല വാങ്ങുക, അവിടുത്തെ മരങ്ങൾ മുറിക്കാനാണ് വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, പൊല്യൂഷന്, നശീകരണങ്ങൾ, മലിനീകരണം, ഓവർ ഹാർവസ്റ്റിങ്. നമ്മൾ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന, ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് പുരോഗതിയുള്ള കൃഷിയാണ് നമ്മൾ നോക്കുക, അല്ലാതെ പ്രകൃതിക്ക് ഏറ്റവും യോജിച്ചോന്നല്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് കാരണമാണ്. ഇനി നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ്. ഇനി പറയാനുള്ളത് ഇന്ത്യയിലുള്ള കാടുകളെ കുറിച്ചാണ്. വെജിറ്റേഷൻ എന്ന് പറയുന്നത് പച്ചപ്പ് അല്ലെങ്കിൽ കാടുകൾ. നാച്ചുറൽ വെജിറ്റേഷൻ ഓഫ് എ പ്ലേസ് ഈസ് ഡിറ്റർമൈൻ ദ ക്ലൈമറ്റ്, ഫിസിയോഗ്രഫിക് ആൻഡ് സോയിൽ. ഒരു സ്ഥലത്ത് ഒരു കാട് അല്ലെങ്കിൽ അവിടെ കാട് അല്ലെങ്കിൽ മരുഭൂമി ആവണോ എന്നുള്ളത് നിയന്ത്രിക്കുന്നത് അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ സോയിൽ, പിന്നെ അവിടുത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഫിസിയോഗ്രഫിക് കണ്ടീഷൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ്. സീ ലെവലിൽ നിന്ന് ഉയരത്തിലാണോ, താഴ്ചയിലാണോ, അടുത്താണോ, അകലെയാണോ എന്നുള്ളതൊക്കെ. അപ്പം നാച്ചുറൽ വെജിറ്റേഷൻ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, പ്രകൃതിയ ഇന്ത്യയിൽ ഉള്ള കാടുകൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലുള്ള പ്രകൃതിയ ഉള്ള കാടുകൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇന്ത്യയിൽ ഉള്ള കാടുകൾ ഒരു 5 ഇനമാണ്. അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ട്രോപ്പിക്കൽ എവർഗ്രീന്, ട്രോപ്പിക്കൽ ഡെസിഡിയസ്, തോൺ ഫോറസ്റ്റ്, ടൈഡൽ ഫോറസ്റ്റ്, ഹിമാലയൻ ഫോറസ്റ്റ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോന്നിനെയും വിശദീകരിക്കുന്ന 5 ഇനമാണ് പറഞ്ഞത്. ആ 5ഉം വിശദീകരിക്കുന്നുണ്ട്, കാടുകളുടെ 5 ഇനങ്ങൾ. ഒന്ന് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും പച്ചപ്പുള്ള, ഇല പൊഴിയാത്ത, എപ്പോഴും പച്ചപ്പ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹരിതാപമായിട്ടുള്ള തിങ്ങിപ്പാർക്കുന്ന കാടുകളാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അതിൽ പ്രധാനമായിട്ടുള്ളത് 3 സ്ഥലങ്ങളാണ്. ഒന്ന് അന്തമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് ദ്വീപുകളിലുള്ള പച്ചപ്പ് എന്നും നിലനിൽക്കുന്നതാണ്. രണ്ടാമത് വെസ്റ്റേൺ ഗാട്സ്, കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള പശ്ചിമഘട്ടങ്ങൾ. അവിടെയും എപ്പോഴും പച്ചപ്പാണ്. മൂന്നാറിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ മരുഭൂമിയായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വെസ്റ്റേൺ ഗാട്സ് എപ്പോഴും പച്ചപ്പാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈസ്റ്റേൺ ഗാട്സും, ആസാമിലുള്ള ആ ഭാഗത്തുള്ള ഈസ്റ്റേൺ ഭാഗത്തുള്ള മലനിരകൾ, പശ്ചിമഘട്ടത്തിൻ്റെ സമാനമാണ് ഈസ്റ്റേൺ ഗാട്സും. ഇനി അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ക്ലൈമറ്റ്, അതിൻ്റെ മഴ വീഴ്ച, അതേപോലെ അവിടുത്തെ മരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകളിലുള്ള ക്ലൈമറ്റ് വാമാണ്, വെറ്റാണ്. അത്യാവശ്യം ചെറിയ നിരക്കുള്ള ചൂടുണ്ട്, പിന്നെ അതേപോലെ നല്ല തണുപ്പുമാണ്, നനഞ്ഞ അവസ്ഥയുമാണ്. പിന്നെ റെയിൻഫോൾ 200 cm, 200 സെൻറ്റിമീറ്റർ, വിത്ത് എ ഷോർട്ട് ഡ്രൈ വെതർ. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ മഴയില്ലാത്ത ഇതുണ്ടാവുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ മഴയുണ്ടാവും. 200 സെൻറ്റിമീറ്റർ, അപ്പോൾ അത്യാവശ്യം മഴ കിട്ടുന്നുണ്ട്. ഹൈറ്റ് ഓഫ് ട്രീസ് 60 മീറ്റർ, 60 മീറ്ററുകളോളം നീളം വരുന്ന മരങ്ങളാണ് അധികം ഉണ്ടാവുക. പിന്നെ വെജിറ്റേഷൻ എപ്പോഴും തിങ്ങിയതാണ്, പിന്നെ അതേപോലെ പച്ചയാണ്, പിന്നെ പലതരം ഇനങ്ങൾ കൂടിക്കലർന്നതാണ്. പിന്നെ അവിടെയുള്ള ടൈപ്സ് ഓഫ് ട്രീസ്, റോസ് വുഡ് ഉണ്ട്, ഇബോണി, മഹാഗണി, റബ്ബർ, ജാക്ക് വുഡ്, ബാംബു, ഇതൊക്കെയാണ് അവിടുത്തെ സാധാരണ കണ്ടുവരുന്ന മരങ്ങൾ. ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു 3 സ്ഥലങ്ങളാണ്. വെസ്റ്റേൺ ഗാട്സ്, പിന്നെ അപ്പർ പാർട്സ് ഓഫ് ആസാം എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഗാട്സ്, പിന്നെ മൂന്നാമത് അന്തമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ദ്വീപ് സമൂഹങ്ങൾ. പിന്നെ ഇതിൻ്റെ ഉപയോഗങ്ങൾ, ഈ കാട്ടിലുള്ള മരങ്ങൾ നല്ല ഉറപ്പുള്ള, നല്ല വലിപ്പമുള്ള, തടിയുള്ള, തണ്ടുള്ള മരങ്ങളാണ്. അപ്പോൾ എല്ലാവിധ ഫർണിച്ചറുകൾ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ബെനഫിറ്റ്സ്, ദ പ്രിവെൻറ്റ് ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്, അതേപോലെ ഭൂമി തെന്ന, ഇതൊക്കെ ഈ കാടുകൾ തടയുന്നുണ്ട്. അതേപോലെ നമ്മുടെ കാലാവസ്ഥ നിയന്ത്രണത്തിലും ഇതിന് നല്ല പങ്കുണ്ട്.
ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, അതിൻ്റെ കുറച്ചും കൂടി പ്രത്യേകതകളാണ് പറയുന്നത്. എപ്പോഴും ഗ്രീനാണ്, പിന്നെ ക്ലൈമറ്റ് വാമാണ്, വെറ്റാണ്, എപ്പോഴും നനഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജലാശയങ്ങൾ, ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും സമയത്ത് ഇല പൊഴിയുന്ന കാടുകളല്ല, എവർഗ്രീൻ എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. പിന്നെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ഓക്കെ, ഇതന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഡെസിഡിയസ് എന്ന് പറഞ്ഞാൽ ഇല പൊഴിയ എന്നുള്ള അർത്ഥമാണ്, ഡെസിഡിയസ്. അപ്പോൾ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്, ഈ ട്രോപ്പിക്കൽ എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഉഷ്ണമേഖല എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. ഇന്ത്യയിലുള്ള ഏറെക്കുറെ മേഖലകളൊക്കെ ഉഷ്ണമേഖല തന്നെയാണ്. അപ്പോൾ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്, നേരത്തെ പറഞ്ഞ ട്രോപ്പിക്കൽ എവർഗ്രീൻ, ഇനി പറയുന്നത് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഡെസിഡിയസ് എന്ന് പറഞ്ഞാൽ ഇല പൊഴിയുന്ന. അപ്പോൾ അതിൻ്റെ വെജിറ്റേഷൻ ഷെഡ് ദെയർ ലീവ്സ് വൺസ് ഇൻ എ ഇയർ, ഒരു വർഷത്തിലൊരിക്കൽ അതിൻ്റെ ഇല പൊഴിയും. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന കാടുകളാണ്. അപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ്, ഈസ്റ്റേൺ ഗാർഡ്സ്, ഇത് രണ്ടും എവർഗ്രീനാണ്. പിന്നെ ഇതല്ലാത്ത കുറച്ച് കാടുകൾ അപ്പുറത്തും വേറെയുണ്ട്. ഇതല്ലാത്ത ഇന്ത്യയിലുള്ള മിക്ക കാടുകളും ഡെസിഡിയസ് ഫോറസ്റ്റുകളാണ്. പരന്നു കിടക്കുന്ന എന്നാൽ വല്ലാതെ തിങ്ങി നിൽക്കാത്ത കാടുകളാണ് ഡെസിഡിയസ്. പിന്നെ അതിൻ്റെ മഴ, അവിടെ കിട്ടുന്ന മഴ 75 to 200 വരെയാണ്. അത്രയും സെൻറ്റിമീറ്ററുകളാണ് മഴ കിട്ടാറുള്ളത്. മറ്റോടത്ത് 200 cm ആണ്. ഇവിടെ 75 to 200, 75 to 200 ആണ്. ഇന്ത്യയിലുള്ള ഫൗണ്ട് ഇൻ ദ എൻറ്റയർ കൺട്രി എക്സെപ്റ്റ് ഡെക്കാൻ പ്ലാറ്റ്യൂ. ഡെക്കാനിലുള്ള ആ ഒരു ഡെക്കാൻ ഭാഗം എന്ന് പറയുമ്പോൾ ഹൈദരാബാദ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള സ്ഥലങ്ങൾ. അതേപോലെ നോർത്ത് ഈസ്റ്റേൺ റീജൻസ്, നമ്മൾ ഈസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറഞ്ഞല്ലോ, അതും വെസ്റ്റേൺ ഗാർഡ്സ്, ഈസ്റ്റേൺ കോസ്റ്റ്, ഇതൊന്നും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ സ്ഥലത്തുള്ള കാടുകൾ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. ഒരു പോയിന്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഡെക്കാൻ പ്ലാറ്റ്യൂ, നോർത്ത് ഈസ്റ്റേൺ റീജൻസ്, വെസ്റ്റേൺ ഗാർഡ്സ്, ഈസ്റ്റേൺ കോസ്റ്റ്, ഇതല്ലാത്ത എല്ലാം ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. പിന്നെ 2 ഐറ്റങ്ങളുണ്ട്, മോയിസ്റ്റ് ഉണ്ട്, ഡ്രൈ ഉണ്ട്. മോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെസിഡിയസ് ഫോറസ്റ്റ് തന്നെ 2 ഇനങ്ങളുണ്ട്. ഒന്ന് മോയിസ്റ്റ്, എപ്പോഴും നനഞ്ഞ കണ്ടീഷനിലുള്ളത്, മറ്റേത് ഡ്രൈ, എപ്പോഴും ഉണങ്ങിയ കണ്ടീഷനിലുള്ളത്. ഈ മോയിസ്റ്റ് ഏതൊക്കെയാണ്? മോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കൂടുതൽ മഴയും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ ഉള്ളത് ഈ മോയിസ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ഉള്ളത് ജാർഖണ്ഡ്, ഒറീസ, ഇപ്പോഴത്തെ ഒഡീഷ, ഛത്തീസ്ഗഡ്, ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്, ഈ സ്ഥലങ്ങളിലൊക്കെയാണ് മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ഉള്ളത്. പിന്നെ അവിടെ ഉള്ള മരങ്ങൾ കുറച്ച് അടിയിൽ പേര് കൊടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പോൾ മോയിസ്റ്റ് പറഞ്ഞു. ഇനി അടുത്തത് ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഡ്രൈയിൽ കിട്ടുന്നത് റെയിൻഫാൾ വളരെ കുറവാണ്, 75 to 100 cm, 75 to 100 cm, വളരെ കുറവാണ്. പിന്നെ 35 to 40, 35 to 40 degree Celsius, അത്രയാണ് അവിടുത്തെ ചൂട്. അപ്പം നല്ല ചൂടുള്ള സ്ഥലമാണ്. പിന്നെ അവിടെയുള്ള മരങ്ങൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, തേക്ക്, സാല്, പീപ്പിൾ, അന്നീം. പിന്നെ അത് എവിടേക്കാണ് ഉള്ളത്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ചൂടുള്ള സ്ഥലങ്ങളാണ്. ചൂട് കാലത്ത് നല്ല ചൂടുള്ള സ്ഥലങ്ങളാണ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ. അപ്പോൾ ഇവിടെയാണ് ഈ ഡെസിഡിയസ് ഫോറസ്റ്റ് ഉള്ളത്, ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഇനി അടുത്തത് തോൺ ഫോറസ്റ്റ്. തോൺ എന്ന് പറഞ്ഞാൽ മുള്ള് എന്നാണ് അർത്ഥം, മുൾക്കാടുകൾ. ഏതൊക്കെയാണ് ഈ മുൾക്കാടുകൾ? മുൾക്കാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിക്കതും മരുഭൂമിയിലുള്ള, നല്ല കാട് എന്ന് പറയാൻ പറ്റൂലെങ്കിലും സസ്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, അവിടെ ഇവിടെയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാടുകൾ, അതിനാണ് തോൺ ഫോറസ്റ്റ് എന്ന് പറയുക. തോൺ എന്ന് പറഞ്ഞാൽ തന്നെ മുൾക്കാടുകൾ. അപ്പോൾ അവിടെ ഉള്ള കാര്യമായിട്ട് കള്ളി, മുൾച്ചെടി, അങ്ങനത്തെ ചെടികളൊക്കെ ആയിരിക്കും. റെയിൻഫാള് വളരെ കുറവാണ്, ലെസ് ദാൻ 75 cm ഇൻ റെയിൻഫാൾ. കാരണം മിക്കതും മരുഭൂമിയിലാണ്. രാജസ്ഥാൻ ആ ഒരു ഏരിയയിലൊക്കെയാണ് ഇതുണ്ടാവുക. പിന്നെ ഡ്രൈ വിത്ത് ഒക്കേഷണൽ വെറ്റ് പീരീഡ്, എപ്പോഴെങ്കിലും മഴ കിട്ടും, അല്ലാത്ത സമയത്തൊക്കെ ഉണങ്ങിയ നനയാത്ത കാലാവസ്ഥയാണ്, ഈർപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. പിന്നെ അതെവിടെയൊക്കെ ഉള്ളത്? പ്ലേസസ്, അതിൽ നോർത്ത് വെസ്റ്റേൺ റീജിയൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, കർണാടക, ആന്ധ്രാപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ മേൽഭാഗവും പിന്നെ അതിൻ്റെ മേലേക്കുള്ള ആന്ധ്രാപ്രദേശ്, കർണാടക, ഹരിയാന, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ഇന്ത്യയുടെ ഒരു വെസ്റ്റേൺ ഭാഗത്ത് വരുന്ന, അവിടെ കാര്യമായിട്ട് മരുഭൂമികളാണ് കാര്യമായിട്ടുള്ളത്. ആ ഒരു സ്ഥലത്ത് വരുന്ന കാടുകളാണ് തോൺ ഫോറസ്റ്റുകൾ. വെജിറ്റേഷൻ
ഇവിടുത്തെ സസ്യങ്ങളുടെ പ്രത്യേകത നല്ല അടിയിലേക്ക് വേരുകൾ പോകും. കാരണം വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അടിയിലേക്ക് പോകേണ്ടി വരും. പിന്നെ അതേപോലെ നല്ല തിക്കായിട്ടുള്ള ഇലകളും സ്റ്റെമ്മൊക്കെ ആയിരിക്കും തടികൾ. നമ്മൾ പഠിച്ചതാണ് സയൻസിലൊക്കെ. കാരണം അതിൻ്റെ വെള്ളം പെട്ടെന്നൊന്നും നഷ്ടപ്പെടാൻ പറ്റില്ല. മരുഭൂമിയും ചൂടൊക്കെ ആണ്. അപ്പോൾ അതിനൊക്കെ പിടിച്ചു വെക്കുന്ന തരത്തിൽ നല്ല കട്ടിയുള്ള ഇലകളൊക്കെ ആയിരിക്കും. അവിടെയുള്ള മരങ്ങൾ അക്കേഷ്യ, യൂഫോർബിയാസ്, ബാബുൽ, കാക്ടി, ഹയർ, ഡേറ്റ് പാംസ് ആർ കോമൺ വെറൈറ്റി ഓഫ് ട്രീസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ. ഇവിടെയുള്ള പ്രധാനപ്പെട്ട മരങ്ങൾ കുറച്ച് പേരുകൾ പറഞ്ഞു. അപ്പോൾ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റുകൾ, ബാബുൽ, അതിൻ്റെ ഓരോ ചിത്രങ്ങളൊക്കെ ഉണ്ട്, സൗകര്യം പോലെ നോക്കാം. അലുവേര. പിന്നെ ടൈഡൽ ഫോറസ്റ്റ്. ടൈഡൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ഏരിയകളിൽ, തീരപ്രദേശങ്ങളിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിന് ചുറ്റൊക്കെ ഉണ്ടാവുന്ന കാടുകൾ, കണ്ടൽ കാടുകൾ കണ്ടിട്ടുണ്ടാവും. ഈ മേലെ കൊടുത്ത തന്നെ കണ്ടൽ കാടുകളാണ്. ഇതിനാണ് ടൈഡൽ ഫോറസ്റ്റ് എന്ന് പറയാം. ടൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ തിരമാല എന്നാണ് അർത്ഥം. വേവ്, അല, വെള്ളത്തിൻ്റെ അലകൾക്കാണ് ടൈഡ് എന്ന് പറയാം. അപ്പോൾ വെള്ളത്തിൻ്റെ അടുത്ത് സമീപത്തായിട്ട് നിലകൊള്ളുന്ന ചെറിയ ചെറിയ കാടുകളുണ്ടാവും, അല്ലാതെ വലിപ്പമൊന്നും ഇല്ലാത്ത, അതിനാണ് ടൈഡൽ ഫോറസ്റ്റ് എന്ന് പറയാം. പിന്നെ ചളിയിലും ഇതിലൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത, അതിൽ നീല നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദി ട്രീസ് ആർ സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ. വെള്ളത്തിനടിയിൽ ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതായിരിക്കും അതിൻ്റെ റൂട്ടുകളും ഇലകളും അതിൻ്റെ വേരുകളും എല്ലാം. ദേ ആർ ഓൾസോ കോൾഡ് മാംഗ്രോവ് ഫോറസ്റ്റ്. മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടൽ കാടുകൾ. ഈ മേലെ കാണുന്ന ഈ സാധനങ്ങൾക്കാണ് കണ്ടൽ കാട് എന്ന് പറയാം. മാംഗ്രോവ്സ് ആർ എവറി ഗ്രീൻ വിത്ത് തിക്ക് ലീവ്സ്. നല്ല കട്ടിയുള്ള ഇല ഉണ്ടാവും, എപ്പോഴും പച്ചപ്പായിരിക്കും. പുഴകളിലൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ നമ്മളെ ഒരുപാട് പുഴകളിലൊക്കെ കാണാൻ പറ്റും. പിന്നെ ദേ ആർ ഫോണ്ട് ഇൻ ദ ഡെൽറ്റാസ് ഓഫ് സുന്ദർബൻ, മഹാനദി ആൻഡ് ഗോദാവരി, ദ കൃഷ്ണ, കാവേരി ആൻഡ് ദ അന്തമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ ടൈഡൽ ഫോറസ്റ്റ് കണ്ടുവരുന്നുണ്ട്. സുന്ദർബൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ആ ഒരു ഏരിയകളിലൊക്കെ ആയിട്ട്, വെസ്റ്റ് ബംഗാളിൻ്റെയും പിന്നെ അതേപോലെ ബംഗ്ലാദേശിൻ്റെ ഒക്കെ ആ ഒരു പരിസരത്ത് ഉള്ള കാടുകളാണ് സുന്ദർബൻ വനങ്ങൾ. അവിടെയൊക്കെ കാര്യമായിട്ടുള്ളത് ടൈഡൽ ഫോറസ്റ്റ് ആണ്. കാരണം കോസ്റ്റൽ ഏരിയ ആണ്, ഒരുപാട് പുഴകളും വെള്ളങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. പിന്നെ മാംഗ്രോവ്സ് ഓർ സുന്ദരി ആർ ദ കോമൺ ട്രീസ് ഇൻ ദ സുന്ദർബൻസ്, വൈൽഡ് പാം, കോക്കനട്ട്, കൊറിയ, കിയോറ ആൻഡ് അഗർ. കുറച്ച് മരങ്ങളെ പേര് കൊടുത്തിട്ടുണ്ട് ആ ഒരു കള്ളിയിൽ, നിങ്ങൾ പഠിക്കാം. പ്രധാനപ്പെട്ടത് മാംഗ്രോവ്, കണ്ടൽക്കാടുകളിലുള്ള ആ ഒരു സസ്യങ്ങൾ. ദേ ആർ ലൊക്കേറ്റഡ് അലോങ് ദ കോസ്റ്റ്. ദേ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സൈക്ലോൺസ്. കോസ്റ്റൽ ഏരിയകളിൽ നിലകൊള്ളും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവ കാര്യമായിട്ടും ഇവയുടെ ദൗത്യം എന്നുള്ളത് സൈക്ലോണുകൾ, ചുഴലിക്കാറ്റുകളെ തടയുക എന്നുള്ളതാണ്. മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഹിമാലയൻ ഫോറസ്റ്റുകൾ. ഹിമാലയൻ ഫോറസ്റ്റിൻ്റെ പല ഇനങ്ങളുണ്ട്. ഹിമാലയത്തിൽ നിലകൊള്ളുന്ന ഹിമാലയൻ വനാന്തരങ്ങളിൽ, ഹിമാലയൻ മലകൾ ആ ഒരു പ്രദേശത്ത്, മലമ്പ്രദേശത്ത് നിലകൊള്ളുന്നതാണ് ഹിമാലയൻ ഫോറസ്റ്റുകൾ. 1000 മീറ്ററുകളോളം ഉയരത്തിലാണ് ഇവ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള, അതേപോലെ നല്ല വെയിൽ കിട്ടുന്ന, നല്ല ഉണങ്ങാത്ത, എപ്പോഴും വെള്ളമുള്ള സ്ഥലമാണ് ഹിമാലയൻ ഫോറസ്റ്റുകൾ. അതിൽ 1000 to 2000, 1000 to 2000 മീറ്റർ വരെയുള്ള മരങ്ങളാണ് അടിയിൽ കുറച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള പ്രത്യേകത എവർഗ്രീൻ, ബ്രോഡ് ലീഫ് ഓക്ക്, ചെസ്റ്റ്നട്ട്, ഇതൊക്കെ ഇവിടെയുള്ള മരങ്ങളാണ്. പിന്നെ ഹിമാലയൻ ഫോറസ്റ്റ് 1500 to 3500, 1500 to 3500. ഇവിടെയുള്ള മരങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുപാടി മഴ കിട്ടും, റെയിൻഫാള് ഒന്നുകൂടി കൂടും. 100 to 250, 100 മുതൽ 250 വരെ സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ. ഇവിടെയുള്ള കുറച്ച് മരങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ചെസ്റ്റ്നട്ട്, ഓക്ക്, സ്പ്രൂസ്, ആ സാധനങ്ങളൊക്കെ. അപ്പോൾ ഹിമാലയൻ അതിനെ തന്നെ 1-2 ഇനമാക്കി. 1000 മീറ്റർ വരെ ഉള്ളത് 1000 to 2000, 2000, 1500 to 3500. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വലുപ്പം, ആ ഒരു ഉയരം കൂടുന്നതിനനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സസ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞു, കാടുകളെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് വൈൽഡ് ലൈഫ്, മൃഗങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.